നമ്മൾ ഇന്നിവിടെ എത്തി നിൽക്കുന്നത് ചരിത്രമുറങ്ങുന്ന മട്ടാഞ്ചേരിയിലെ ജൂ സ്ട്രീറ്റിലാണ്. ഇതിന്റെ അറ്റത്താണ് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ഇന്നും പ്രവർത്തിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന പരദേശി സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. 1568 വിദേശീയരായ ജൂതന്മാർ നിർമ്മിച്ച ഈ സിനഗോഗിന്റെ നിലത്ത് വിരിച്ചിരിക്കുന്നത് 18ാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്ന് എത്തിച്ച കൈകൾ കൊണ്ട് വരച്ച 100 കണക്കിന് പോർസ്ലെയിൻ ടൈലുകളാണ്. മേൽക്കൂരയിൽ തൂങ്ങിക്കിടക്കുന്ന മനോഹരമായ ബെൽജിയൻ ക്രിസ്റ്റൽ വിളക്കുകളും ഹീബ്രു, മലയാളം, ലാറ്റിൻ, റോമൻ എന്നീ 4 ഭാഷകളിൽ സമയം രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രസിദ്ധമായ ക്ലോക്ക് ടവറും സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ജൂതന്മാരുടെ വിശുദ്ധ ഗ്രന്ഥശേഖരങ്ങളുമെല്ലാം ഇവിടുത്തെ വേറിട്ട കാഴ്ചകളാണ്. കൊച്ചിയുടെ സമൃദ്ധമായ സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പ്രതീകമായ ഈ പരദേശി സിനഗോഗ് മട്ടാഞ്ചേരിയിൽ വരുമ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടം തന്നെയാണ്. വിശപ്പിന്റെ വിളിയെത്തിയപ്പോൾ അടുത്ത് കണ്ടൊരു പിസ്സ ഹട്ടിൽ ഞങ്ങൾ ചാടിക്കയറി. വിശപ്പ് കാരണം ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അടുത്തതായി വളരെ കാലമായി ഞാൻ ആഗ്രഹിച്ച കൊച്ചി വാട്ടർ മെട്രോ യാത്രയാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഹൈക്കോർട്ട് വരെയും തിരിച്ചുമാണ് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തത്. അങ്ങനെ എൻ്റെ ഒരു കുഞ്ഞാഗ്രഹം നടന്നു. പൂർണ്ണമായും AC സൗകര്യമുള്ള പരിസ്ഥിതി സൗഹൃദപരമായ ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും എളുപ്പത്തിൽ കയറാൻ സഹായിക്കുന്ന അത്യാധുനിക ഫ്ലോട്ടിംഗ് ജെട്ടികളും നമ്മുടെ സാധാരണ മെട്രോ സ്റ്റേഷനുകളെ ഓർപ്പിക്കുന്ന ഓട്ടോമാറ്റിക് എൻട്രി സൗകര്യങ്ങളുള്ള ടെർമിനലുകളുമാണ് വാട്ടർ മെട്രോയുടെ പ്രധാന ആകർഷണം. ഹൈക്കോട്ട്, വൈപ്പിൻ, ഫോർട്ട് കൊച്ചി, കാക്കനാട് തുടങ്ങി കൊച്ചിയുടെ പ്രധാനപ്പെട്ട ദ്വീപുകളെയും തീരങ്ങളെയും തമ്മിൽ ചുരുങ്ങിയ ചെലവിൽ വേഗത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ യാത്ര കൊച്ചിയിൽ വരുമ്പോൾ തീർച്ചയായും അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. എത്ര രസകരമായ കാഴ്ചകളല്ലേ! 2023 ഏപ്രിൽ 26 മുതലാണ് വാട്ടർ മെട്രോ പൊതുജനങ്ങൾക്കായി സേവനം ആരംഭിച്ചത്. കുട്ടികളെയും മുതിർന്നവരെയും കൂട്ടി ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ജലയാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷൻ വാട്ടർ മെട്രോ ആണ്. വാട്ടർ മെട്രോയ്ക്ക് ശേഷം നമ്മുടെ കൊച്ചിയുടെ സ്വന്തം ലുലു മാളിലേക്കാണ് ഞങ്ങൾ പോയത്. കൂടെയുള്ള കൂട്ടുകാരിക്ക് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തുള്ള ലുലു മാളിനെ കുറിച്ച് മുമ്പ് വന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അതുകൊണ്ട് ഇവിടെ അതൊന്നും പറയുന്നില്ല കേട്ടോ. വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്കായി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മാളിൽ നിന്നും അതികഠിനമായ വിശപ്പുമായാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് റൂം എടുത്തിരിക്കുന്ന ഹോട്ടലിലേക്ക് പോകും വഴി ഒരു റെസ്റ്റോറന്റിൽ നിന്നും ഡിന്നർ കഴിച്ചു. ചിക്കൻ കൊണ്ടുള്ള ഒരു ഒന്നാം തരം വിഭവമാണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ഹോട്ടലിൽ വന്ന് ഫ്രഷായി നല്ലൊരു മയക്കത്തിലേക്ക്. രാവിലെ തിരികെ പോകും വഴി വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ഇടവക പള്ളിയായിരുന്ന പുല്ലുവഴി പള്ളിയും ഞങ്ങൾ സന്ദർശിച്ചു. അവിടെ സിസ്റ്റർ റാണി മരിയയുടെ കല്ലറയും മ്യൂസിയവും ഒക്കെ കാണാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് കിട്ടി. നമ്മുടെ കൊച്ചി സീരീസ് വ്ലോഗ് ഇതോടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കില്ലേ കേട്ടോ. ഇനി അടുത്തൊരു സ്ഥലവും വീഡിയോയുമായി ഇനിയും കാണാം.